ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മോൻ്റെ സുന്നത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മോൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണല്ലോ, മെമ്മറബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് എടുത്ത് വീഡിയോ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ആക്കുന്നുണ്ട്. നെയ്പ്പത്തിലും ബീഫ് കറിയാണ് ആക്കുന്നത്. പിന്നെ 9 മണിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ചായ ഒക്കെ കുടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവനും കൊടുക്കാനെല്ലാം കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുക്കറ് അതെന്തെങ്ങനെ ഒറ്റാറി വേണ്ട ഉമ്മ നെയ്പ്പത്തിൽ ചുടുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഷാദുവിനെ വേഗം എണീപ്പിച്ച് രണ്ടുപേരെയും കുളിപ്പിക്കുകയും മാറ്റിക്കുകയൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അവനെ എണീപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഷാദു അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും ഡോക്ടറെ അങ്ങനെ ഒറ്റയ്ക്ക് സിസ്റ്ററുടെ കൂടെ ഒന്നും കയറാനാണ്. അപ്പോൾ ഇന്ന് ഞാനില്ലെങ്കിൽ ഞങ്ങളാരെങ്കിലും ഇല്ലാതെ അവന് ഹോസ്പിറ്റലിലെ റൂമിൽ അങ്ങനെ പ്രൊസീജിയർ ചെയ്യാൻ കിടന്നു കൊടുക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ആദ്യം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തരത്തിൽ ചെയ്യാൻ, തീരെ അറിയാത്ത രീതിയിലും ധരിപ്പിച്ചിട്ടും ചെയ്യാമെന്നാണ് പറഞ്ഞത്. തീരെ അറിയാത്ത രീതിയിൽ എന്ന് പറയുന്നത് മയക്കിയിട്ട് അനസ്തേഷ്യ കൊടുത്ത് മയക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ധരിപ്പിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞാൻ രണ്ടുപേരെയും കുളിപ്പിച്ചൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ മാറ്റലൊക്കെ കഴിഞ്ഞ് വേഗം ചായയും കുടിച്ച് അപ്പോഴത്തേക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. വെച്ചോക്കെ രസമുണ്ടോന്ന് വെച്ചോക്ക്. രസമുണ്ട്, രസമുണ്ട്. ഗൈസ്, ഷാദുക്കൂട്ടൻ്റെ പുതിയ ഡ്രസ്സാണിത്. ഇപ്പോൾ സുന്നത്തിന് പോകുമ്പോൾ അവന് പാൻറ്റ് ഷർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് മുണ്ടിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് മുണ്ടിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം മുണ്ട് ഉടുപ്പിച്ച് കൊടുക്കാം. ഇതുവരെ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ എൻ്റെ ഷാദു മോന് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അവനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം അല്ലേ? അല്ലേ ഷാദൂട്ട എവിടെയാ പോകുന്നത്? എണീറ്റിക്കടാ. ഹോസ്പിറ്റലിലെത്തി ഷീറ്റൊക്കെ എടുത്തു. ഡോക്ടർ OPയുടെ മുന്നിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ടോയ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടോയ്സ് വേണമെന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പൊന്നും ഞങ്ങൾ പോകുന്ന സമയത്ത് തുറന്നിട്ടുണ്ടായില്ല, പക്ഷെ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉപ്പാപ്പനെ കൂട്ടി പോയിട്ട് കുറച്ച് ആനിമൽസിനൊക്കെ വാങ്ങി വന്നു. ഇങ്ങനെ ധരിപ്പിക്കാനുള്ള മരുന്ന് സിസ്റ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉമ്മ പിന്നെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. എനിക്കിപ്പോൾ എന്തായാലും സുന്നത്ത് ചെയ്യാനുള്ള ടൈമായല്ല. അപ്പോൾ ഉമ്മ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാദു പാൻറ്റിട്ട് നടന്നിരുന്ന ഷാദു ഇപ്പോൾ മുണ്ടെടുത്തപ്പോൾ നല്ല രസമുണ്ട്. അതിങ്ങനെ അയഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഉമ്മ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാമെന്ന്. അപ്പോഴത്തേക്കും ആമിഷത്ത് അവിടെ കളിയൊക്കെ തുടങ്ങി. അനിയനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവനങ്ങനെ നോക്കുന്നുണ്ട്, അവനോട് സംസാരിക്കാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന്. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും പിന്നെ സിസ്റ്റർ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആമുഷിന് ഇവിടെ വന്നാലുള്ള സ്ഥിരം പരിപാടിയാണ്. ഇവിടെ കുട്ടികളുടെ ഡോക്ടർ പീഡിയാട്രിഷ്യൻ അവിടെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വെയിറ്റ് നോക്കുന്നതാണ് അവനറിയാം, അവൻ്റെ നോക്കുന്നുണ്ട്. അങ്ങനെ അതിലായിരുന്നു അവൻ്റെ കളി മുഴുവനും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ സിസ്റ്റർ വന്ന് ഞങ്ങളെ വിളിച്ചു, ഡോക്ടർ എത്തിയിട്ടുണ്ട് ചെയ്യാൻ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല സ്റ്റൈലാക്കിയിട്ടുള്ള കളിയൊക്കെയാണ്. അവനറിയില്ലല്ലോ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതിന്. അവൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അവന് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ അവിടേക്ക് മെയിൻ റോഡിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അത് ഉമ്മ ഇങ്ങനെ സിസ്റ്റർ അടുത്താക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ സിസ്റ്റർ അടുത്താക്കി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവൻ പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു ഉമ്മ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനും നല്ല ടെൻഷനിലാണുള്ളത്. അങ്ങനെ ഹാമിഷിനെ എടുത്തിട്ട് ഷഫാദ് പുറത്തൊക്കെ കൂടെ നടന്നുകൊണ്ട് അവന് അങ്ങനെ കരയുന്ന ബഹളമൊന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവനവിടെ ഇറങ്ങാതെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. തുറന്നേരാ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഷാദു കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിൽ വന്ന് നല്ല കരച്ചിലായിരുന്നു, അവന് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിന്. സഹദ് എൻ്റെ അനിയൻ വരുമ്പോൾ ടോയ്സൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ല, അതൊക്കെ നോക്കി കളിക്കുന്നുണ്ട്. നല്ല ക്ഷീണമുള്ള പോലെ തോന്നി. അങ്ങനെ അവൻ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.